ഹലോ, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഗുരുവായൂർക്കാണ്. കുറച്ച് നാളായിട്ട് വീഡിയോസൊക്കെ വരാൻ കുറവാണെന്ന് എനിക്കറിയാം കേട്ടോ. നമ്മൾ മാക്സിമം ഇടാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ നേരെ അങ്ങോട്ട് ഒത്തു കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഇത് ഞാൻ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂർ ഞാനിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് വന്നതാണ്, പിന്നെ ഞാൻ വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇന്നാണ് കേട്ടോ അതിന് ശേഷം വന്നത്. അപ്പോൾ ഇത് വന്നു, തൊഴുതു, ഉള്ളിലൊക്കെ കയറിയിട്ട് അതാണ് വീഡിയോസ് വേറെ ഒന്നും ഇല്ലാത്തത്. ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഫോൺ അലൗഡ് അല്ലല്ലോ, അങ്ങനെ നമ്മൾ തൊഴുത് പുറത്ത് ഇറങ്ങിയിട്ടുള്ള ക്ലിപ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ഗുരുവായൂരിനോട് ടച്ച ബൈ സി യു പറഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് എങ്ങട്ടാ, പ്രിയങ്ക എന്നല്ലേ പറയുക ഗൈസ്. അതെന്നെ തോന്നുന്നു, പ്രിയങ്കയാണോ എന്തേലാവട്ടെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ആ ഫാൻസി ഷോപ്പ്. പിന്നെ നമ്മൾ എപ്പോൾ ഇവിടെ എപ്പോൾ നമ്മൾ ഗുരുവായൂർ വന്നാലും മസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ. ഒന്നും മേടിച്ചില്ലെങ്കിലും വെറുതെ വായ നോക്കാൻ. അതിനുശേഷത്തെ നമ്മളിതേ നേരെ പോവാണ്. എങ്ങട്ടാ വായോ ഗൈസ്, കാണിച്ചു തരാം. വേറെ കിട്ടില്ല, നമ്മുടെ വടക്കുന്നാഥനിലേക്ക് തന്നെയാണ് കേട്ടോ. കുറേ വടക്കുന്നാഥനൊക്കെ വന്നിട്ട് തൃശ്ശൂർ നമ്മൾ വരുന്നല്ലാതെ നമ്മൾ വടക്കുന്നാഥൻ വെച്ചിട്ട് നമ്മളങ്ങനെ വരാറില്ല. അപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായപ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനമാണ് കേട്ടോ. അതിലങ്ങോട്ട് വന്നു. പക്ഷേ ഒടുക്കത്തെ വെയിലായിരുന്നു. ഞങ്ങൾ എത്തിയ സമയം എന്ന് പറയുന്നത് ഒരു 12 മണി ആ ഒരു ടൈമിലായിരിക്കും. നല്ല വെയിലായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ നിൽക്കാനായിട്ട്. നല്ല വീഡിയോസൊക്കെ കിട്ടും, പക്ഷെ നമ്മളങ്ങനെ ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ഫോട്ടോസൊന്നും എടുത്തില്ല കേട്ടോ. ഫോട്ടോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തില്ല. അങ്ങനെ നമ്മൾ ഫുൾ റൗണ്ടൊന്ന് ചുറ്റിയിട്ടാ. കുറച്ചധികം നേരം തന്നെ നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിലാണെങ്കിൽ പോലും നടക്കാനൊരു മനസ്സുഖം. അവിടെ കുറേ കപ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടോടുകൂടി ഞങ്ങളുള്ള മൂഡ് മൊത്തം പോയി. അപ്പം ഞങ്ങൾക്ക് പറ്റിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂർ നെഹ്റു പാർക്ക്. സത്യം പറയുകയാണെങ്കിൽ ഗൈസ്, ഇവിടേക്ക് കയറിയിട്ട് കൊല്ലങ്ങളോളമായി ഉണ്ടാവും. ഇവിടേക്കൊന്നും അങ്ങനെ തീരെ നമ്മൾ കയറാറില്ല. പിന്നെ അങ്ങനെ വെച്ചിട്ട് നമ്മൾ വരാറുമില്ല. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് പോകുന്നു. നമ്മളെന്ത് തൃശ്ശൂർക്കാരാകണ്ടെന്നൊരു കാര്യമില്ല ഗൈസ്. ഇവിടേക്കൊന്നും ഞങ്ങൾ വരാറന്നില്ല. ഇനി ഇങ്ങോട്ടൊക്കെ വരണം. അപ്പോൾ അതേ, നമുക്കിവിടെ വന്നിട്ട് കാര്യമില്ല കേട്ടോ. കാരണം എന്താ, നമുക്ക് ചെക്കനില്ലടാ. രണ്ടാമത്തെ കയറി നമ്മൾ കുട്ടികളല്ല, നമുക്ക് ഇതിലൊന്നും കയറാൻ പറ്റില്ല. പിന്നെ നമ്മളിവിടെ വന്ന് വെറുതെ വായി നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും ഒരു മനസ്സുഖം, വെറുതെ ഇങ്ങനെ നടക്കാമല്ലോ. അങ്ങനെ ഇതേ പിള്ളേരൊക്കെ ഇവിടെ നന്നായി കളിക്കുന്നുണ്ട്. നമ്മളത് നോക്കിയിരിക്കുക എന്നല്ലാതെ നമുക്ക് ഒന്നും മാർഗ്ഗമില്ല. ഞങ്ങൾ അതിൽ ഊഞ്ഞാലിലൊന്നും ഇരുന്ന് ആടിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടെയുള്ളൊരു ചേട്ടൻ വിസിൽ വിളിച്ചു. പിന്നെ നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. പിന്നെ ഇത് പിള്ളേരൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ എൻജോയ് ചെയ്യട്ടല്ലോ ഗൈസ്, അവരെ പ്രായം അതല്ലേ. അപ്പം നമ്മൾ മുതുക്കായതുകൊണ്ട് നമ്മൾ മിണ്ടാണ്ട് എവിടെയെങ്കിലും ഇരിക്കുക, ഇനി എവിടെയെങ്കിലും ചാടി പിടിച്ച് കയറിയിട്ട് എന്തെങ്കിലും തണ്ടലങ്ങാനും വിളിക്കുക. എന്തിനാ നമ്മളത് വശത്തേക്ക് നോക്കണ്ട. അപ്പോൾ നമ്മളിത് കുറച്ചധികം നേരം അതിൻ്റെ ഉള്ളിലും കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ പാർക്കിൻ്റെ ഉള്ളിൽ. വെറുതെ ഒരു രസമല്ലേ ഗൈസ്, ഒരു മനസ്സുഖം. പിന്നെ ഞങ്ങളവിടെ ഇരിക്കും തോറും ഞങ്ങൾക്ക് ഓരോ കയ്യും കാലമൊക്കെ അരിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് എല്ലാം പിടിക്കാമെന്ന്. ഇവിടെ എന്തെങ്കിലും നോക്കിയിരിക്കണേ, ഇവിടെ മുഖം നോക്കുമെന്നോ, അതവിടെ നോക്കിയിരിക്കട്ടെ, നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം ഗൈസ്. അപ്പോൾ അവിടെ അത്ര വലിയ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേർ പിന്നെ ഞങ്ങൾ പോകുമ്പോഴേക്കും വന്നു തുടങ്ങിയിട്ട്. കാരണം എന്താ പറയുക ഗൈസ്, ഞങ്ങൾ നട്ടുച്ചയ്ക്ക് ആദ്യം തുറന്നുകൊണ്ട് ഞങ്ങൾ ഉന്തി പിടിച്ച് ആദ്യം കയറി. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ പിള്ളേർ ഇവിടെ വീണ്ടും വന്നല്ലോ, ഇവളെ കൊണ്ട് ഇത് കഷ്ടമായില്ലോ, നമുക്ക് ഇവിടെ മാറ്റാം ഗൈസ്. അപ്പോൾ ഞങ്ങളിതേ കൂടെയൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ നിഴൽ ഗൈസ്, എൻ്റെ കൈ ഗൈസ്. ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ നിന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ആ ചേട്ടന് ടാറ്റയെ കൊടുത്ത ചേട്ടനെ നോക്കി ചിരിച്ചിരുന്നു കേട്ടോ. ഒരു തന്ത അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഗൈസ്, നമുക്കും നാളെ വയസ്സാവും. അപ്പോൾ അതെൻ്റെ പൊട്ട എങ്ങനെയുണ്ട് ഗൈസ്, എങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിൽ പാട്ടും വെച്ച് ഹിന്ദിയിൽ പാട്ട് വെച്ചിട്ട് ബസ്സിൽ പാട്ടും വെച്ച് ഇരിക്കുകയെന്ന്. ഇതൊരു ചേട്ടന് നാണം വന്നു ഗൈസ്. ഞാൻ ആ ചേട്ടനെ എടുക്കണമെന്ന് ആ ചേട്ടൻ വിചാരിച്ചു. അല്ല ഗൈസ്, അവ ഇതിൽ കിടന്ന് കോപ്പറായി കാണിച്ചപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഇത്തിരി ഫിൽറ്റർ ഇട്ടുള്ളൂ കേട്ടോ, അതാണ് വെളുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഷത്തലിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നേരെ ഇല്ലം പിടിച്ചിട്ട് അപ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ പറഞ്ഞവരേക്കും ടാറ്റ ബൈ, സീ യു.